മറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം വളരെ എനർജറ്റിക് ആയ കുറച്ച് അതിഥികൾ കൂടിയുണ്ട്. മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ. ഏവരെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുട്ടികൾ അനുഭവിക്കുന്ന, പാരൻസിൽ നിന്ന് അനുഭവിക്കുന്ന ചില അവഗണനകളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമ്മുടെ സ്കൂളുകളിലാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടീച്ചേഴ്സിൽ നിന്ന് അവരെങ്ങനെയുള്ള ഒരു സമീപനമാണ് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചായാലോ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ? അടുത്തിടെ ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം ഞാനിങ്ങനെ ഓർത്തുപോവുകയാണ്. മാറുന്ന ലോകവും നീറുന്ന ബാല്യവും. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് കുട്ടികളുടെ പഠനതലത്തിലായാലും സ്വഭാവത്തിൻ്റെ പെരുമാറ്റ വളർച്ചയുടെ തലത്തിലായാലും എത്രമാത്രം ടീച്ചേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അവഗണന, നെഗ്ലിജൻസ്, അത് ചിലപ്പോൾ സ്കൂളിൽ നിന്നും അവർ ഏറ്റുവാങ്ങുന്നുണ്ടാവും. ടീച്ചേഴ്സിൽ നിന്ന് മാത്രമല്ല, ടീച്ചേഴ്സിൽ നിന്നുണ്ട്, അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നുണ്ട്, ഇവൻ ഓഫീസിലിരിക്കുന്ന ഓഫീസ് സ്റ്റാഫിന്റെ അടുത്ത് നിന്ന് അവഗണന ലഭിച്ചിട്ട് പിന്നീട് ആ സ്കൂളിൽ പോകാനായിട്ട് ഇഷ്ടപ്പെടാതെ പ്രശ്നമായിട്ട് നമ്മുടെ ഇടയ്ക്ക് വന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ അവഗണനകൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അഡോളസൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. അത് പതുക്കെ അവരിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുന്നുണ്ട്, മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഈ സമ്മർദ്ദം ഒരു ആങ്സൈറ്റി ആയിട്ട്, ഉത്കണ്ഠയായിട്ട് വരുന്നുണ്ട്. ആ ഉത്കണ്ഠ ഡിപ്രഷനിലേക്ക് വരെ, അതായത് വിഷാദത്തിലേക്ക് വരെയും വിഷാദ രോഗത്തിലേക്കൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കുട്ടി 15 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ കുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റർ, ഞാൻ ക്ലാസ്സിൽ ഐഡിയൽ ഒരു കുട്ടിയായിരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം കുഞ്ഞിലെ മുതൽ എന്നോട് മറ്റുള്ളവർ പറയുന്നത് എല്ലാവരെയും പോലെ ആവരുത്, ഐഡിയൽ ആയിരിക്കണം, നല്ല പെരുമാറ്റമായിരിക്കണം, എല്ലായിടത്തും നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പം അതിലൊരു ടീച്ചർ മാത്രം ആ കുട്ടിയോട് പറയണത്, നീ ഇവിടെ ഒരുമാതിരി യന്ത്രപ്പാവയെ പോലെയാണ്, നീ മറ്റുള്ള കുട്ടികളെ പോലെ പെരുമാറുന്നില്ല. അപ്പൊ ഇത് എല്ലാ ദിവസവും തന്നെ കേൾക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടി ചെയ്യുന്ന നല്ല പെരുമാറ്റങ്ങൾക്ക് ആരുടെയും ഭാഗത്തുനിന്ന് ഒരു പ്രോത്സാഹനം ലഭിക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ടീച്ചറിൽ നിന്ന് നിരന്തരമായിട്ട് കുറ്റങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു, എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ആരിൽ നിന്നും പ്രോത്സാഹനം കിട്ടുന്നുമില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് കൂടുതലായിട്ടും അഡോളസൻസ് തകർന്നു പോകുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇടയ്ക്ക് ഒരു കേസ് ലഭിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടയ്ക്കയിൽ ഇത്രയും എനർജറ്റിക് ആയിട്ട്, പവർഫുൾ ആയിട്ട് നമ്മുടെ കുട്ടികൾ ഇരിക്കുമ്പോൾ ടീച്ചേഴ്സിൽ നിന്ന് എന്തെല്ലാം എക്സ്പെക്റ്റേഷൻസ് ആണ് ഇവർക്കുള്ളതെന്നും, അല്ലെങ്കിൽ ടീച്ചറിൽ നിന്നുണ്ടാകുന്ന ഈ നെഗ്ലിജൻസ് അല്ലെങ്കിൽ അവഗണനകൾ, വിമർശനങ്ങളൊക്കെ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് അതിയായൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മേ ബി നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പോലും ആയിരിക്കണമെന്നില്ല, മറിച്ച് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജനറേഷൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ആ സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഒരു ടീച്ചറിനോട് ഒരു കോംപ്ലിമെന്റ് കൊടുക്കണം എന്നൊരു ആഗ്രഹം തോന്നി. ആ ദിവസം നല്ല സാരി ഉടുത്തു വന്നു, മാം യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ ആ കൊച്ചിന്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ ആ ടീച്ചർ ചിലപ്പോൾ മുമ്പൊരിക്കൽ ആ കുട്ടീനോട് നല്ലൊരു അഭിപ്രായം അല്ല കൊടുത്തേ, അല്ലെങ്കിൽ നല്ലൊരു പെരുമാറിയത് വേറെ രീതിയിലാണെങ്കിൽ ആ കുട്ടിക്ക് അത് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ കോൺഫിഡൻസ് കുറയും. അതുപോലെ അങ്ങനെ പറയണം എന്നുള്ള ആഗ്രഹം ആള് മാറ്റിവെക്കും. നമ്മൾ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകേണ്ട സുതാര്യതയെ കുറിച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ പറയുന്ന ഒരു വൺ ടു വൺ റിലേഷൻഷിപ്പ് അല്ലേ? ഇപ്പൊ ടീച്ചേഴ്സിൽ നിന്ന് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഓരോ കുട്ടിയോടും ഓരോ രീതിയിൽ തുറന്നൊരു സമീപനം നടത്താനായിട്ട് ടീച്ചറും ഒന്ന് ഓപ്പൺ അപ്പ് ആവണം. അതോടൊപ്പം തന്നെ നിങ്ങളും പാസ്റ്റ് ഇൻസിഡൻസ് ഒക്കെ മറന്ന് നിങ്ങളും ഒന്ന് ഓപ്പൺ അപ്പ് ആവണം അല്ലേ? ഓക്കെ.
അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പറയാനുള്ളൊരു ബോണ്ടിങ് ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുണ്ടാവണം. വരിക, പഠിപ്പിക്കുക, പോവുക എന്നതിലുപരി കുട്ടിയുമായി ഇടപഴകി അവൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവനോട് സംസാരിക്കാനും ഇങ്ങനൊരു സ്പേസ് ഉണ്ടാക്കാൻ, കുട്ടിയോട് ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കുട്ടിക്കായാലും അത് പഠിക്കാതിരിക്കുമ്പോൾ ആ ടീച്ചറിനോടുള്ള ഇഷ്ടം കാരണം അവനെ സബ്ജക്റ്റിൽ പഠിക്കുവാനും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുവാനും ഒപ്പം അവന് അക്കാഡമിക്കിൽ നല്ല സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഞാനൊരു കാര്യം ഇപ്പോൾ ഓർത്തു പോവുകയാണ്. ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക എൻ്റെ അടുക്കൽ വന്ന് അവരുടെ ഒരു ആങ്സൈറ്റി എന്നോട് പറഞ്ഞതാണ്. സിസ്റ്ററെ, ആദ്യം പുള്ളി ഹൈസ്കൂളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങനെ അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ ഹയർ സെക്കൻഡറിയിലേക്കൊക്കെ വന്നപ്പോൾ കുട്ടികൾ എല്ലാ കാര്യത്തിനും ടീച്ചറിനെ പറ്റിപ്പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിനെ ആയിരിക്കും എപ്പോഴും അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ കളിയാക്കുന്നു, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പോൾ അഡോളസൻസ് ഏജിൽ, പ്രത്യേകിച്ചൊരു 15-17 വയസ്സ് കാലഘട്ടങ്ങളിലാണ് ടീച്ചേഴ്സിനെ കമന്റ് അടിക്കുന്നതെന്ന് പറയുന്നു. അത് നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായക്കാരുടെ ഭാഗത്തുനിന്ന് വരാറുണ്ടോ? കാരണം ടീച്ചേഴ്സിന് അത് ബെയർ ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? അത് ചിലപ്പം ടീച്ചേഴ്സ് അവരോട് കാണിക്കുന്ന സ്വഭാവമായിരിക്കാം. ടീച്ചേഴ്സും നമ്മളെക്കുറിച്ച് ഈ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് കുറേ ഗോസിപ്പൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് കേട്ട് നമുക്കും തിരിച്ചൊരു വൈരാഗ്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓരോ ക്ലാസ്സിലും നന്നായി പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സ് അവർ ഫ്രണ്ടിലിരിക്കട്ടെ, ബാക്കിയുള്ളവർ ബാക്കിലിരിക്കുക. അപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സിനെ നോക്കൂല. പിന്നെ എക്സാമിൻ്റെ ആരായാലും മാർക്ക് കൂടുതൽ അവർക്ക് കൊടുക്കുമായിരിക്കും. നീ ഇത്ര എഴുതിയോണ്ട് ഞാൻ കുറച്ച് മാർക്ക് കൂടുതലിടാം, പിന്നെ ഒരു സ്റ്റിക്കറൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ ബാക്കി പിള്ളേർക്ക് ഈ ഒരു വേർഡ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത്രയും മാർക്ക് ഞാൻ കുറയ്ക്കുകയാണ്, എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയും. ആ കാരണത്താൽ അവർക്കൊരു ദേഷ്യം ഉണ്ടാവും മിസ്സിനോട്, ഫേവറിസം കാണിക്കാന്ന് പറയും. അതായിരിക്കും ഒരു കാരണം. വളരെ വളരെ ഒരു ഗുഡ് ഐഡിയ ആണ് അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസണബിൾ ആയിട്ടുള്ളൊരു മാറ്റർ ആണ്. അതായത് ബയാസ്ഡ് ആയിട്ട് പെരുമാറുന്നു. അതായത് ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും ആ ടീച്ചർ ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. ഇപ്പം ചില കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചില സ്കൂളുകളുടെ സ്കൂൾ കൗൺസിലർ കൂടിയാണ്. അപ്പോൾ പലപ്പോഴും സ്കൂളിൻ്റെ ടീച്ചേഴ്സും പിള്ളേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വന്ന് അതിനകത്ത് ഒരു ചർച്ചാ വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടീച്ചറിന്റെ മനസ്സിൽ ആ കുട്ടിയെക്കുറിച്ചുള്ളൊരു ധാരണയുണ്ട്. നമ്മളത് സൈക്കോളജിയിൽ ഒരു പിഗ്മാലിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം പഠിച്ചു പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഒരാളെ കുറിച്ച് ഞാൻ വച്ചിരിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും. ആ ഫ്രെയിം വർക്ക് എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ്. അതായത് ഞാൻ വളർന്നു വന്നപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെയുള്ള ഒരാളെ കണ്ടിട്ടുണ്ട്, ആ ആളുടെ സ്വഭാവം ഇതായിരുന്നു. സോ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഫ്രെയിം വർക്കിലേക്ക് അത് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സ്കേമയിൽ നിന്നുകൊണ്ടാണ് ഞാൻ അയാളോട് പെരുമാറുന്നത്. പക്ഷെ അയാള് ഞാൻ കണ്ട പ്രീവിയസ് ആളല്ല. പലപ്പോഴും ടീച്ചേഴ്സിന് പറ്റുന്നൊരു കാര്യമാണ്. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചറാണ് നിൽക്കുന്നത്, ബാക്കി 30-40 സ്റ്റുഡൻസ് ആണ് നിൽക്കുന്നത്. അപ്പൊ ടീച്ചറിന്റെ ഒരു സിംഗിൾ ഫ്രെയിം വർക്കിലൂടെ ഈ 40-30 കുട്ടികളെയും അല്ലെങ്കിൽ 30-40 കുട്ടികളെയും വീക്ഷിക്കുമ്പോൾ ഇവരുടെ മാത്രം ഒരു വീക്ഷണ കോണിൽ നിന്ന് വീക്ഷിച്ചിട്ട് കാര്യമില്ല. അത് പറഞ്ഞപ്പോഴാണ് സിസ്റ്റർ, ഈ ടീച്ചേഴ്സ് ആയിരിക്കുന്ന ആളുകൾ അവർക്ക് ഒരു എളുപ്പ വഴി കാണുന്നത്, അതായത് 10th അല്ലെങ്കിൽ +2 വരെ ഒരു സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളായിരിക്കാം. അപ്പോൾ പ്രീവിയസ് ഇയർ ഏത് ക്ലാസ്സിലാണ്, ഇപ്പോൾ 7ൽ പഠിച്ച കുട്ടി 8ാം ക്ലാസ്സിൽ വരുമ്പോൾ 7ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറോടോ അല്ലെ ടീച്ചേഴ്സിനോടോ ഇന്ന കുട്ടികളെ കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ അപ്പോൾ ആ ടീച്ചർ അനുഭവിച്ച ആ രീതി, ആ കുട്ടിയിൽ നിന്ന് ആ ടീച്ചർ നേരിട്ട രീതിയിലായിരിക്കും ആ ടീച്ചർ അഭിപ്രായം പറയാം. പക്ഷെ ആ രീതി ശരിയല്ലല്ലോ. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് നമ്മളൊരു കുട്ടികളെ മനസ്സിലാക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ചില കേസുകളിൽ കണ്ടിട്ടുണ്ട്, ടീച്ചേഴ്സ് തമ്മിലുള്ള മത്സരത്തിൽ കുട്ടികൾ ബലിയാടാകുന്നു. അതായത് ഒരു ടീച്ചറിനെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയുണ്ട്, അപ്പൊ ആ കുട്ടിയോട് നല്ല രീതിയിൽ ആ ടീച്ചർ പെരുമാറുന്നു. പക്ഷേ ആ ടീച്ചറിനോട് ചിലപ്പോൾ പ്രൊഫഷണലി ജലസ്, പ്രൊഫഷണൽ ജലസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലായിടത്തും തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളിലും നമ്മൾ കാണുന്നതാണ്. അത് പോസിറ്റീവായിട്ട് വളരെ ആരോഗ്യപരമായിട്ടാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓർക്കണം, ഇപ്പം നമ്മൾ തമ്മിലുള്ളൊരു പ്രശ്നം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളോട് തീർക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെ ബലിയാടാകുന്നത് കുട്ടികളാണ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
അതായത് നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ അങ്ങനെ പറഞ്ഞ് അതായത് ടീച്ചറിന്റെ ഫേവറിറ്റിസം അല്ലെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ടീച്ചേഴ്സിന്റെ ഫേവറിറ്റിസം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള സംഭവമാണ് മാതാപിതാ ഗുരുദൈവം. നമുക്ക് മാം പറഞ്ഞ പോലെ നമ്മൾ ഒരു 4 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്കൂളിലാണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് നമ്മുടെ പാരൻസിനെ പോലെ തന്നെയാണ്. അവരുടെ ഒരു നെഗ്ലിജൻസ് നമ്മുടെ പാരൻസ് നെഗ്ലക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ആ ക്ലാസ്സിൽ തന്നെ നമുക്ക് കാണാം 2-3 പിള്ളേരുണ്ടാവും മാമിൻ്റെ ഫേവറേറ്റ്, ബാക്കി എല്ലാവരും ഓക്കെ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ആ കുട്ടി മിണ്ടുന്നില്ല, ഓക്കെ മിണ്ടണ്ട. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന എന്താ പറയുക ഒരു മാനസിക പ്രശ്നം. പിന്നെ ആ കുട്ടി ചിലപ്പോൾ ആ മാമിനോട് ചിലപ്പോൾ അകന്ന് നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ മാം എടുക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് ആ കുട്ടിക്ക് എന്താ പറയുക ഒരു അറ്റൻഷൻ കൊടുക്കാതിരിക്കുകയും അതിനകത്തൊരു താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ അക്കാഡമിക് പെർഫോമൻസ് കുറയും. അപ്പോൾ അതാണ് ടീച്ചേഴ്സ് നമ്മൾ എത്രത്തോളം നമുക്ക് അറ്റൻഡൻസ് തരുന്നോ അത്രയും നമുക്ക് അവരോട് എന്താ പറയുക നന്നായിട്ട് അവരെ ക്ലാസ്സിലിരിക്കാനും അവരെ സബ്ജക്റ്റ് സ്നേഹിക്കാനും അവരെ സ്നേഹിക്കാനും അതുപോലെ തന്നെ നമുക്ക് അക്കാഡമിക്സിൽ നിന്ന് തന്നെയല്ല നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസ് തന്നെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പോൾ നമ്മൾ ഏത് ഒരു പ്രോഗ്രാംസ് എടുക്കുകയാണെങ്കിൽ സ്കൂളുകൾ പല രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു ടീം ഉണ്ടാവും സ്റ്റുഡൻസിൽ, ഇന്നതിന് അവരാണ് ഇന്നതിന്. അത് ടീച്ചർമാർ തന്നെ അവരുടെ ഒരു എളുപ്പപ്പണിയാണ് ടീച്ചേഴ്സിന് വേറൊരാളെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള. അപ്പോൾ ആ ഒരു കാലഘട്ടം മുഴുവൻ അവർ സ്കൂളിൽ നിന്ന് പോകുന്നവരെ ആ ടീമായിരിക്കും എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട് പലരും. പക്ഷെ അതല്ലല്ലോ പിന്നെയുള്ള കുട്ടികളും പിന്നെ വരുന്ന കുട്ടികളിലും ഇതുപോലുള്ള കഴിവുകൾ തിരിച്ചറിയാൻ സാധിക്കുക. തീർച്ചയായിട്ടും കുറെ കുട്ടികൾക്ക് കാണാതെ പോകുന്ന ചില ടാലൻസ് ഉണ്ടാവും. മിസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസ് ഉണ്ട്. ആ സ്റ്റുഡൻസ് നന്നായി എല്ലാം ചെയ്യും, നല്ല ടാലൻറ്റഡ് ആണ്, നല്ല എനർജറ്റിക് ആണ്, ദേ ആർ കേപ്പബിൾ ഓഫ് എവറിത്തിങ്. പക്ഷേ വേറെ ചില കുട്ടികളുണ്ട്, അവർ വിചാരിക്കുന്നത് എന്താ, അവർക്ക് വോയിസ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് പറയാൻ പേടിയാണ്. എനിക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട്, എന്നെ കണക്കിലെടുക്കണം എന്ന് അവർക്ക് പറയാൻ പേടിയാണ്. ഇവരാണെങ്കിൽ അങ്ങനെ പറയുവാണെങ്കിൽ തന്നെ അവര് കൺസിഡർ ചെയ്യുക പോലുമില്ല. സോ ഈ ബാച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാച്ച് അവർ തപ്പാൻ നിൽക്കുക. അപ്പോൾ ആ ബാച്ചിലും ഇതേപോലെ കുറെ കുട്ടികളുണ്ടാവും. അപ്പോഴും പ്രശ്നം അനുഭവപ്പെടുന്നത് ഈ ബാക്കിയുള്ള കുട്ടികൾക്കാണ്. അവർക്കും ഇതേപോലെ കുറെ ടാലൻസ് ഉണ്ട്, പക്ഷെ അവർ കണക്കിലെടുക്കപ്പെടുന്നില്ല. ഇതേപോലെയുള്ളൊരു വേറൊരു വസ്തുതയാണ് ഈ സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നത്. അതായത് ചില ക്ലാസ്സുകളിൽ ചിലരെ ഇങ്ങനെ മുദ്ര കുത്തിയിരിക്കുകയാണ്, അവര് പഠിക്കില്ല, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ഒരു മോഷണം നടന്നോ ആ കുട്ടിയാണ്, ആ ക്ലാസ്സിൽ എന്തെങ്കിലും ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒച്ച എടുത്തോ അന്ന് ആ കുട്ടിയാണ്, അല്ലെങ്കിൽ ആ ക്ലാസ്സിന് അല്ലെങ്കിൽ ആ സ്കൂളിന് ഏതെങ്കിലും രീതിയിലൊരു ചീത്തപ്പേരുണ്ടായോ അത് ആ കുട്ടി മൂലമാണ്. അപ്പം എനിക്ക് പലപ്പോഴും പല കേസുകളും അതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആ കുട്ടി എപ്പോഴോ ചെയ്തു പോയ ഒരു തെറ്റ്, ആ തെറ്റ് പർവ്വതീകരിച്ച് ഇപ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സ്റ്റാഫ് റൂമിലിരുന്ന് ഇതേപോലെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് ആ കുട്ടിയെ ടാർഗറ്റ് ചെയ്ത് അവർ മെയിൻ പിക്ചറായിട്ട് വന്നിരിക്കുകയാണ്. ഒരു സ്കൂളിൽ പ്രശ്നം ഉണ്ടായോ അത് ആ കുട്ടിയായിരിക്കും. അപ്പം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കാം ആ കുട്ടി അന്ന് അത് ചെയ്തതും അതിനുശേഷം തിരുത്തപ്പെട്ടതിന് ശേഷം ആ കുട്ടി അതേപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ പലപ്പോഴും പരസ്യമായിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ആ കുട്ടിയെ തന്നെയാണ് ആ കാര്യത്തിന് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു കുട്ടി സ്കൂൾ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇടയ്ക്കൽ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും കുട്ടി പറഞ്ഞൊരു പ്രധാന കാര്യമാണ്, സിസ്റ്ററെ ഈ ഒരു സ്കൂളിൽ ഞാനിപ്പോൾ 8ാം ക്ലാസ്സിലായി, ഇനിയും എനിക്ക് 2 വർഷം കൂടി പഠിക്കണം. ഈ 2 വർഷവും ഈ സ്കൂളിൽ ഉണ്ടാകുന്ന എല്ലാ മോഷണ കേസുകളും എൻ്റെ തലയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് പറ്റില്ല. ഒരിക്കലുണ്ടായി, ശരിയാണ്, ഞാൻ അതിന് അപ്പോളജൈസ് ചെയ്തു, ഇനി മേലാൻ ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ ശപഥം ചെയ്തു. പക്ഷേ എപ്പോഴും എൻ്റെ പേരാണ് എൻ്റെ ടീച്ചേഴ്സും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ മാതാപിതാക്കളും പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സ്കൂളിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതേപോലെയുള്ള കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ ഒരു പേഴ്സണാലിറ്റി പരമായിട്ടും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നേട്ടങ്ങളുടെ ആ ഒരു കാര്യങ്ങളിലെല്ലാം കോട്ടം സംഭവിക്കുന്നത് കുട്ടികൾക്കാണ്. ഇപ്പൊ ഒരു ടീച്ചറോ അല്ലെങ്കിൽ അധികാരിയോ അവരുപയോഗിക്കുന്ന മാർഗങ്ങളും മാർഗനിർദ്ദേശങ്ങളും അവരുടെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് അങ്ങ് പോകും. പക്ഷെ കുട്ടികള് വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ അല്ലെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ വിദ്യ മാത്രമല്ല അവരഭ്യസിക്കുന്നത്,
അവരുടെ ജീവിത നൈപുണ്യങ്ങളെല്ലാം അവർ നേടിയെടുക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങളുടെ സഹപാഠികളായിട്ടും ടീച്ചേഴ്സായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ട്രസ്റ്റാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളർത്തിയെടുക്കാൻ, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിന് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീമിന് ബാധകമാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇതേപോലെയുള്ള ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊരു പരിഹാരം വേണം, മോചനം വേണമെന്നുള്ളതും എനിക്ക് തോന്നുന്നത് അഡോളസെൻസ് അല്ലാതെ നിങ്ങൾ സ്റ്റുഡൻസ് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ കൊണ്ടാണ് പലപ്പോഴും സ്കൂളുകളിൽ കൗൺസിലിംഗ് കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ ഇതിന് മുൻപുള്ള എപ്പിസോഡുകളിലും ഇപ്പോൾ ഉള്ള ഈ ഒരു എപ്പിസോഡിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നെഗ്ലിജൻസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം പ്രശ്നം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. പ്രശ്നങ്ങൾ ഉണ്ടാകും, ആ പ്രശ്നം ഒരു വ്യക്തിയെ ബാധിക്കും. നമ്മളെപ്പോഴും ഓർക്കുക, ഒരു വ്യക്തിയെ ബാധിക്കുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയുമായിട്ട് ഇടപെടുന്ന എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് കുടുംബത്തിലും അത് സാധ്യമാകുന്നുണ്ട്. ആ ഒരു പ്രശ്നത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്, അത് ജനറേഷനോളം നീണ്ടു നിൽക്കുന്നുമുണ്ട്. അവിടെ നമുക്കിതിനൊക്കെ ഒരു റെമഡി വേണം, അല്ലേ? നിങ്ങൾ എന്താ ഇതിനൊക്കെ ഒരു റെമഡി അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാകണം? നിങ്ങൾ എങ്ങനെയുള്ള ഇപ്പൊ നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് കുട്ടികൾ മാത്രമല്ല, അതായത് ഒരു സമൂഹത്തിൽ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കണം ടീച്ചേഴ്സ് നിങ്ങളോട് പെരുമാറേണ്ടത്? ഓരോ കുട്ടി അനുസരിച്ച് വേണം പെരുമാറാൻ. നമ്മളിങ്ങനെ ചില കുട്ടികൾ ഭയങ്കര വീക്കായിരിക്കും സ്റ്റഡീസിലൊക്കെ, അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്തിട്ട് വേണം കുറച്ചും കൂടി അവർ ഇമ്പ്രൂവ് ആക്കണം. അങ്ങനെയൊക്കെ വേണം. ചില കുട്ടികൾ ഭയങ്കര നല്ലതായിരിക്കും, പക്ഷെ അവരുടെ സ്വഭാവമൊക്കെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് അവരിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. ടീച്ചേഴ്സ് കുട്ടികളെ നോക്കി വേണം അവരിങ്ങനെ പഠിപ്പിക്കാൻ. വളരെ നല്ലൊരു ആൻസർ ആണത്. കാരണം നമ്മൾ സൈക്കോളജിക്കൽ ഇന്റർവെൻഷനിൽ പേഴ്സൺ ടു പേഴ്സൺ, അതായത് നമ്മൾ പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ച് എന്ന് പറയും. അത് പല കാരണങ്ങൾ കൊണ്ട് ഒരു ഡിസീസിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസോർഡറിലേക്ക് മാറാം. പക്ഷേ ആ ഡിസോർഡറിൽ നിന്ന് അവരെ വിമുക്തമാക്കാനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ജനറലൈസ്ഡ് വ്യൂവിലല്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു വ്യൂവിലാണ്. അപ്പം അതാണ് പറഞ്ഞത്, പേഴ്സണലായിട്ട് കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് മനസ്സൊന്ന് തുറക്കാൻ ടീച്ചേഴ്സ് ഒന്ന് തയ്യാറെടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞ കുട്ടികൾ പഠനത്തിൽ വീക്ക്, അപ്പൊ പഠനത്തിൽ വീക്കാണ് അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നില്ല, നല്ല മാർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ മണ്ടനാണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുകയല്ല. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ എബോവ് ആവറേജ് ലെവലിൽ 90% മാർക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ എല്ലാത്തിനും A+ വാങ്ങിക്കാനുള്ള കഴിവില്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമ്മൾ ആരായിത്തീരണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള കുറെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ല ഉള്ളത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലെ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എല്ലാവരെയും ഒരേ അച്ചിലിട്ട് വാർത്തെടുക്കാൻ പറ്റുമെന്ന് ഓർക്കരുത്, ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് തിങ് നമ്മൾ ഓർക്കേണ്ടത്, ഒരു കുട്ടി പഠനത്തിൽ വീക്കാകുന്നുണ്ട് എങ്കിൽ അവന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള IQ, ഇന്റലക്ച്വൽ കോഷ്യന്റ് എത്രയാണെന്നും അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ടീച്ചർ മനസ്സിലാക്കിയിരിക്കണം. കുട്ടികൾക്ക് ആ ഇന്റലക്ച്വലി അത്രയും അവർ കേപ്പബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഓവർ ബേർഡൻ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവനിൽ നിറയ്ക്കാവുന്ന നിറച്ചെടുക്കുക. നമ്മൾ പറയും ഒരു 1/2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബോട്ടിലുണ്ട്, 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബോട്ടിലുണ്ട്, 2 ലിറ്റേഴ്സ് വെള്ളം കൊള്ളുന്ന ബോട്ടിലുണ്ട്. ഇവിടെയൊക്കെ ആ ബോട്ടിൽ നിറയ്ക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം. അല്ലാതെ 2 ലിറ്റേഴ്സ് വാട്ടർ അല്ലെങ്കിൽ ബോട്ടിലുള്ള വാട്ടർ എടുത്തിട്ട് 1/2 ലിറ്ററിൽ അത് കൊണ്ടുവന്ന് നിറയ്ക്കണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. പിന്നെ കുട്ടികൾക്കുണ്ടാകുന്ന പഠന വൈകല്യങ്ങളുണ്ട്. നമുക്ക് മുഖത്ത് നോക്കിയാൽ ആരുടെയും നിങ്ങളുടെ IQ എത്രയാണെന്നോ EQ എത്രയാണെന്നോ SQ എത്രയാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് ഇടപെടുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അത് പ്രത്യേകിച്ച് ടീച്ചേഴ്സിനാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവിടെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ളവരുണ്ട് അതിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ഇന്റർവെൻഷൻ നടത്താനായിട്ട്. അപ്പൊ അവരുടെ മുന്നിലേക്ക് ആ കുഞ്ഞിനെ എത്തിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ടാലന്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ടാലന്റഡ്സ് ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്. പിന്നെ എപ്പോഴും ടീച്ചേഴ്സ് ഓർക്കേണ്ട ഒരു കാര്യം,
അവര് കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ മാത്രമായിരിക്കണമെന്നില്ല ആ കുട്ടി. ഒരു കുട്ടി ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നു, ആ കുട്ടി നന്നായിട്ട് ഉറങ്ങാത്തത് കൊണ്ടാണ്, അല്ലെ മൊബൈൽ നോക്കി ഇരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ എന്നെ കളിയാക്കുന്ന രീതിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആ ടീച്ചറിന്റെ പ്രജുഡീസ് ആണ്. പക്ഷെ ആ കുഞ്ഞിനെ മാറ്റി നിർത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷയം മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്നിരിക്കും. അല്ലേ? ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? വ്യക്തിപരമായിട്ട് ഓരോ കുട്ടികളെയും മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോടാണ്, അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമാണ്. പല രീതിയിലുമുള്ള പല വാർത്തകളും പല ഉപദേശങ്ങളും പലരിൽ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. അത് നിങ്ങളെ ബാധിക്കുന്നില്ലേ കൂടുതലായിട്ട്? ഉണ്ട്, ബാധിക്കുന്നില്ല എന്നല്ല. പക്ഷെ അത് ഓരോരുത്തര് വ്യക്തിപരമായിട്ട് ആ ഒരു കാര്യം അവരുടെ മനസ്സിലേക്ക് എടുക്കുന്ന പോലെ ഇരിക്കും. അതിപ്പോ ശരിയാണ് എങ്കിൽ അത് ഓക്കെ, ഇവിടെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഗൈഡൻസ് വേണം. അത് ചിലപ്പോൾ ടീച്ചർ ആയിരിക്കാം, പാരന്റ്സ് ആയിരിക്കാം, നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കാം, ആര് വേണമെങ്കിലും ആവാം. അപ്പൊ അത് നമ്മളത് ഒരു കാര്യം ഐദർ നമ്മൾ ആ സോഷ്യൽ മീഡിയ കൂടെ കാണുന്ന കാര്യം നമ്മൾ പാരന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ അവരറിയും, അവർക്ക് അതിനൊരു പെർസ്പെക്റ്റീവ്, അവരുടെ ഒരു ഒപ്പീനിയൻ തന്ന് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു ടീച്ചറും അവരുടെ മുഖം നോക്കി അവരെ ജഡ്ജ് ചെയ്യരുത് പെട്ടെന്ന്. അവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ടീച്ചർമാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അവർക്ക് ഓരോ അക്കാഡമിക് ഇയറിൽ ഒരു ക്ലാസ്സിൽ 40 പിള്ളേരുണ്ട്. 40 പിള്ളേരെ അവർക്ക് മുഖം നോക്കി അവർ ഓർത്ത് വെക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് പെരുമാറാനോ ചിലപ്പോൾ സാധിച്ചാൽ അവർക്കും ഫാമിലി ഉണ്ട്, അവരുടേതായിട്ട് കാര്യങ്ങൾ, അവർ ചിലപ്പോൾ ഇത് ഫേസ് ചെയ്ത് വളർന്നു വന്നവരാവാം. അപ്പോൾ അത് ഒരിക്കലും ടീച്ചേഴ്സിനെ മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ടീച്ചേഴ്സ് ചെയ്യാണ്ടിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ നോക്കി ഒറ്റയടിക്ക് ജഡ്ജ് ചെയ്യരുത്. കാര്യം ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ഉണ്ട്. അവർ പഠിക്കാൻ പുറകോട്ടാണെങ്കിൽ പിന്നീട് അവർക്ക് ചിലപ്പോൾ വരയ്ക്കാനുണ്ടാവും, എന്നാൽ പാട്ട് പാടാൻ കഴിവുണ്ടാവും, ചിലപ്പോൾ വേറെ വല്ല ഡാൻസ് കളിക്കാൻ കഴിവുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് ഇപ്പൊ പൊതുവെ കാണുന്നതാണ് കരാട്ടെ, ജൂഡോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും പഠിത്തം എന്നൊരു ഫോക്കസ് സത്യം പറഞ്ഞാൽ അതൊരു ജനറൽ നോളജ് ആണ്. അതൊന്ന് പഠിച്ചു പോകണം, +2 പാസ്സാവുന്നു, കോളേജ് എടുക്കുന്നു, അതോടെ കഴിഞ്ഞു. പക്ഷെ പിന്നീട് നമ്മുടെ പാരന്റ്സ് ടീച്ചേഴ്സ് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ആ ഒരു ഫോഴ്സിങ് ആണ് അവരുടെ ഇൻട്രസ്റ്റിലേക്ക് അവർക്ക് പോകാൻ പറ്റാത്തതും, അവർ സോഷ്യൽ മീഡിയ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നതും, ഇതുപോലെ ഡ്രഗ്സ് വയലൻസിലേക്ക് അവര് പോകുന്നത്. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം, നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളിൽ തന്നെ ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കൈകളിലാണ്. അതൊരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാൻ, കുറച്ചുകൂടി റീസണബിൾ ആയിട്ട് ലോജിക്കലായിട്ട് ചിന്തിക്കാനൊക്കെ അഡോളസൻസിനെ നമ്മൾ വീടുകളിൽ നിന്നും പഠിപ്പിക്കണം, അതോടൊപ്പം തന്നെ സ്കൂളിലും പഠിപ്പിക്കണം. ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ വളരെ നേരത്തെ, അതായത് ശൈശവ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അഡോളസൻ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള നെഗ്ലിജൻസ് അനുഭവിച്ചതിന് ശേഷം ആ നെഗ്ലിജൻസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ബിഹേവിയറൽ അല്ലെങ്കിൽ ഇമോഷണൽ പ്രോബ്ലത്തിലേക്കൊക്കെ പോകുന്നവരെ ആയിരിക്കും പിന്നീട് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് അല്ലെങ്കിൽ അവരെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു മനഃശാസ്ത്രപരമായ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രത്യേകിച്ച് ഞങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഞങ്ങളുടെ ഒരു മുഖമുദ്രയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാര്യം തന്നെ കോൺഫിഡൻഷ്യാലിറ്റി, അതായത് പ്രൈവസി. ഓരോരുത്തരുടെയും പ്രൈവസി അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകണം. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, കുട്ടികളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അഡോളസൻസിൽ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ കാണുന്നു, അല്ലെങ്കിൽ അവര് പെരുമാറ്റത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ ആരുമായിട്ടാണോ കൂടുതൽ ഇവർക്ക് ബന്ധമുള്ളത് അവരുമായിട്ടുള്ളൊരു തുറന്ന സംഭാഷണത്തിന് വഴിതെളിക്കുക. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പാരൻസ് ചോദിക്കും, സിസ്റ്റർ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ അവിടെ പാരൻസ് രണ്ടുപേരെയും കൂടി ഇരുത്തി ഈ പാർലമെന്ററി യോഗം കൂടുന്നത് പോലെ ഒന്നും പിള്ളേർക്ക് വരുത്തി അച്ഛ അമ്മ അവിടെ ഇരിക്കും, ഞാൻ എൻ്റെ കാര്യം പറയട്ടെ എന്നൊന്നും പിള്ളേര് പറയില്ല. അതിന് വേണ്ടതാണ് നമ്മൾ പറയുന്ന ഫ്രീ സ്പേസ് ആൻഡ് ഫ്രീ ടൈം. അതായത് അവരുടെ കൂടെ ഇഴുകിച്ചേരാനായിട്ട് നോക്കുക. ഓടിച്ചെന്നിട്ട് നീ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയില്ല. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ആരോടാണോ കുറച്ച് അടുത്ത് നിൽക്കുന്നത്, ആരോടാണോ കുറച്ചുകൂടി അവർക്ക് ഒന്ന് തുറക്കാനായിട്ട് സാധിക്കുന്ന അവർ കൂടെ ആയിരിക്കുക.
അവർ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ വഴിയേ വരുന്ന ചില കാര്യങ്ങൾ മക്കളിൽ നിന്നുണ്ടാവും. അത് മനസ്സിലാക്കുക. പിന്നീട് അവർ പറയുന്നൊരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പെൺകുട്ടി വളരെ റൂഡായിട്ട് അമ്മയോട് പെരുമാറുന്നു, വീട്ടിൽ പെരുമാറുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു. അപ്പം ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ അതിൻ്റെ അപ്പനോടായിരിക്കാം കൂടുതൽ താല്പര്യമുള്ളത്. അപ്പോൾ അപ്പൻ കുറച്ചുകൂടി, അച്ഛൻ കുറച്ചുകൂടി സമയം എടുക്കാനായിട്ട് നോക്കുക. ഇനി ആ കുട്ടി അച്ഛനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അമ്മയെക്കുറിച്ചുള്ള കുട്ടിയുടെ വികലമായിട്ടുള്ള ധാരണകളാകാം, അത് കുറ്റമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അത് ഓടി വന്ന് അമ്മയോട് പറഞ്ഞ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനല്ല അച്ഛൻ ശ്രമിക്കേണ്ടത്. അവിടെയാണ് കോൺഫിഡൻഷ്യാലിറ്റി. മകളെ, നീ പറയുന്ന ഒരു കാര്യം അച്ഛനത് മനസ്സിലാക്കുന്നു, അച്ഛൻ എവിടെയാണോ മാറ്റം വരുത്താൻ പറ്റുന്നത് അത് ചെയ്യാം. അല്ലെങ്കിൽ അവർക്കൊരു ഉറപ്പ് നൽകുന്നു. ആ ഉറപ്പിന്മേല് കുഞ്ഞുങ്ങൾ പതുക്കെ പതുക്കെ ഈ പിതാവിനോട് അടുക്കാനായിട്ട് തുടങ്ങുന്നു. അത് പതുക്കെ പതുക്കെ അവരിൽ ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നു. അപ്പം നമ്മൾ പറയുന്നത് പലപ്പോഴും അഡോളസെൻസിനോടൊന്ന് അടുക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ആ സ്നേഹമാണ് കൊടുക്കേണ്ടത്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കുറ്റപ്പെടുത്താതെ, എന്നാൽ ഗൈഡൻസ് കൊടുത്തുകൊണ്ടുള്ള, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിന്റെ കൂടെ കട്ടയ്ക്ക് നിന്നോളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഈ അഡോളസെൻസ് അടുക്കും. കൊച്ചു കുട്ടികളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മിഠായി കാണിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ച് അടുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു പ്രോമിസാണ്, ഒരു സ്നേഹം കൊണ്ടുള്ള, തുറവി കൊണ്ടുള്ള ഒരു പ്രോമിസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാതാപിതാക്കൾ മാത്രമല്ല, അധ്യാപകർ മാത്രമല്ല, സൊസൈറ്റിയിൽ ഓരോ മുതിർന്ന വ്യക്തിയും ഇതിനായിട്ടൊരു പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അഡോളസെൻസിനെ നമ്മുടെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. അവരെ ഒത്തിരി കുറ്റപ്പെടുത്താതെ കൂടെ നിർത്തി നല്ലൊരു സമൂഹത്തിലേക്ക് അവരെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും മാള ഹോളി ഗ്രേസ് അക്കാഡമിയിലെ വിദ്യാർത്ഥികൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.